ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ദുബായിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റ വീഡിയോകളും പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്പനി അറിയിച്ചു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായി 1 വർഷം മുമ്പാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത്. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതെ, തീർച്ചയായും ദുബായിലെ ഒരു കമ്പനിയിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് സതീഷ് ജോലി ചെയ്തിരുന്നത്. ആ കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ സതീഷിനെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ആ ജോലിയിൽ നിന്നാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇക്കാര്യം കമ്പനി രേഖാമൂലം സതീഷിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതുല്യയുടെ ബന്ധുക്കളുടെ പരാതി, ഒപ്പം തന്നെ ഇയാൾ ഈ അതുല്യയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വീഡിയോകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കമ്പനി ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദുബായിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലാണ് സതീഷ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ആ ജോലിയിൽ നിന്നാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സതീഷിനെതിരെ അതുല്യയുടെ കുടുംബം ഷാർജയിലും നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പരാതി നൽകും. നാട്ടിൽ സതീഷിനെതിരെ ഇപ്പോൾ നിലവിലുള്ള കേസിന്റെ എഫ്ഐആർ വിവരങ്ങൾ ഉൾപ്പെടെ അവർ കൈമാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ അയാളുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നുള്ള വിവരമടക്കമുണ്ടല്ലോ. അതെ, ഇതിൽ ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് ഈ അതുല്യയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ സതീഷിനെയും ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ അതുല്യയുടെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് എത്രയും വേഗം ഈ കുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാട്ടിൽ നിന്ന് NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യം ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺസുലേറ്റ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇരുവരെയും, അതായത് അതുല്യയുടെ ഇവിടെയുള്ള സഹോദരിയെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനെയും ഒപ്പം തന്നെ സതീഷിനെയും ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ അതുല്യ ഇവിടെ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് വിസയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിസ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിന് സതീഷ് തയ്യാറായില്ലെങ്കിൽ നാട്ടിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കി അവരെ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇന്നലെ രഞ്ജിത്തിനോടക്കം മാധ്യമങ്ങളോട് പുറത്തു വന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്? സതീഷ് ഇപ്പോഴും ഷാർജയിൽ തന്നെയാണുള്ളത്. സതീഷ് ഈ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഫ്ളാറ്റിൽ തന്നെയാണ് ഇപ്പോഴും സതീഷ് ഉള്ളത്. ഇന്നലെ സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ അടക്കം പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിചിത്രമായ പ്രതികരണം അടക്കമാണ് അയാൾ നടത്തിയത്. ഏതായാലും സതീഷിന് ജോലി പോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ രഞ്ജിത്ത് പങ്കുവയ്ക്കുന്നത്.